ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയതായിട്ട് ബജാജിൻ്റെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത നമ്മുടെ NS400Z ലോഞ്ചിനായിട്ട് നമ്മൾ ആലപ്പുഴ വന്നേക്കും കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത്. നമ്മുടെ വണ്ടികളെല്ലാം പുതച്ചൊക്കെ വെച്ചപ്പോൾ ഉണ്ട്. അത്യാവശ്യം നല്ല മ്യൂസിക് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഗൈസ്. പരിപാടി ഏകദേശം ഇപ്പം തുടങ്ങാൻ ടൈമായി. ഞാൻ വന്നപ്പോഴൊക്കെ ഭയങ്കര മ്യൂസിക് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രോ എടുക്കാനേക്കെ. ഇപ്പോഴാണ് ഒന്ന് മ്യൂസിക്കൊക്കെ ഒന്ന് ഓഫ് ചെയ്തേക്കെ. കോപ്പി റൈറ്റ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെയോ. ഞാൻ അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രൗഡ് ഉണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം ഇന്ന് സൺഡേയും കൂടെ ആണ്. അതാണ് നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ വെച്ചേപ്പോൾ ഉണ്ട്, കണ്ടില്ലേ? നമ്മുടെ NS400Z. ഇവിടെ ഒരു 4 ബൈക്സ് ആണെങ്കിൽ ഇവിടെ പുതച്ച് വെച്ചേപ്പോൾ ഉണ്ട്. എനിക്കൊന്ന് 4 കളേഴ്സ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വണ്ടിയെപ്പറ്റി അധികം ഒന്നും നോക്കിയിട്ടില്ല. നമുക്ക് ഉടനെ തന്നെ ഈ വണ്ടി ടെസ്റ്റ് റൈഡിന് കിട്ടുന്നതാണ്. നാളെ മറ്റന്നാളോ ആയിട്ട് നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് റൈഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ 400 ഇല്ല, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻജിൻ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നത്. അതാണ് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊക്കെ. എന്തായാലും നമുക്ക് ഓടിക്കാൻ കിട്ടുന്ന ടൈമിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് ഓടിക്കുന്ന ടൈമിൽ പറയാം കേട്ടോ. ഡൊമിനാർ 400ൻ്റെ ആ ഒരു എല്ലാവരും കിട്ടും. പക്ഷേ എന്നാലും ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഡൊമിനാറിൻ്റെ അത്രയും വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ NS400 വരുന്നില്ല. നമ്മുടെ NS200 ഇല്ല, അതിൻ്റെ സെയിം ഷാസിയും ആ ഒരു ബോഡിക്കകത്താണ് ആ ഒരു 400cc ഇത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പവർ ഔട്ട്പുട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ ഓടിക്കുന്ന ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, വണ്ടി ഓടിച്ച് നോക്കിയിട്ടൊക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഈ പുതിയ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്, കണ്ടില്ലേ? നമ്മുടെ 6 ലൈൻ പോകുന്നത് അത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസില്ല, അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ 6 ലൈൻ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആയിരിക്കും കേട്ടോ ഇതുവഴി പോകുമ്പോഴൊക്കെ. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. ലൈറ്റ് സെറ്റപ്പൊക്കെ കണ്ടില്ലേ, കൊള്ളാം. വണ്ടികളൊക്കെ നൈസ് ഒന്ന് കാണിച്ചാൽ എന്തേ. ഇവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്, ഇവിടെ ഇടണം. ഇതിന് മുമ്പായിട്ട് വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വണ്ടി പുതയ്ക്കാതെ അവിടെ വെച്ചേക്കുന്നുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനകത്ത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഇപ്പോൾ ഉള്ളത്. ഇനി കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ GoPro അത് ഷൂട്ട് ചെയ്യുന്ന ഭയങ്കര ടാസ്ക് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി ഇനി നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ NS400C വരുന്നത്. ഹെഡ്ലൈറ്റൊക്കെ കണ്ടില്ലേ? കീബോർഡ് ഇരിപ്പണം, നമുക്ക് ഓണാക്കി കാണിച്ചു തരാം. ഇതിൻ്റെ ആണെങ്കിൽ ആ ഒരു DRL ഒക്കെ വന്നേക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബൾക്കായിട്ടുള്ള DRL വന്നേക്കുന്നത് കേട്ടോ. അത്യാവശ്യം രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു BiLED ഡേ ടൈം റണ്ണിങ് ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ പ്രൊജക്ടർ ലൈറ്റേഴ്സ് വന്നേക്കുന്നത്, ഹൈ ബീമും ലോ ബീമും വന്നേക്കുന്നത് ഇതിനകത്ത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, പരിപാടി തുടങ്ങി കേട്ടോ. ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓരോരുത്തരായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളാം. ആദ്യമായിട്ട് പോപ്പുലർ ബജാജ് ആലപ്പുഴ സെയിൽസ് മാനേജർ സജിമൺ സാറിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വിജയ് മച്ചാനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജയ മേഡത്തിനെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി പോപ്പുലർ അസിസ്റ്റന്റ് മാനേജർ അനീഷ് ND ആൻഡ് അനീഷ് മോൻ. അടുത്തതായി ആൾ ബ്രാഞ്ച് മാനേജർ ഓഫ് പോപ്പുലർ ബജാജ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കയറി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് നല്ലപോലെ വേണം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ബജാജിന്റെ ഏറ്റവും പുതിയതായി ഇറങ്ങിയ വാഹനത്തിന്റെ പേരെന്താണ്? ചെറിയ ചോദ്യ ഉത്തരവൊക്കെയാ ഗിഫ്റ്റ് കൈമാറുവാണ്. ആൻസർ പറഞ്ഞേക്കുന്നത് ഞാന് NSS അല്ല, ട്രോളാവുള്ള കിട്ടിയല്ലേ NS. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തും ഒരു 200cc ആണ്, പക്ഷെ അത് DTSI ആണ്. എന്താ ബ്രോ പറഞ്ഞോ? ഓക്കെ സെറ്റ് ബ്രോ. അപ്പം
ഇത് എടുക്കുന്ന മച്ചന്മാർ എന്തായാലും സൂപ്പർ ആയിരിക്കും. നിങ്ങൾ നിയമവും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ വണ്ടി ഓടിക്കാൻ പഠിക്കുക. ഓക്കെ, ഇത്ര പറയാനുള്ളൂ. ഓക്കെ അല്ലേ എല്ലാവരും? എന്നാ മച്ച ചേതക് 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 ചേതക്. ഓക്കെ, കറക്റ്റ് ആണ്. സ്റ്റേജിലേക്ക് വരാം. പേരെന്താ? ജെസി. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. വീഡിയോഗ്രാഫറായിട്ട് വിജയ മച്ചാൻ. ഇവിടെ മച്ചാഞ്ഞ കൂടെ ഉണ്ട്. മച്ചാഞ്ഞൊരു ഷൗട്ട് ഔട്ട് കൊടുത്തേക്ക് എല്ലാവരും. ജസീൽ, താങ്ക് യു. വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ, എന്താണ് പരിപാടി? അല്ല, ചെറിയ ബ്ലോഗ് ചെയ്യുക. ബ്ലോഗ് ചെയ്യണോ? ഗൈസ്, നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ നമുക്ക് പിന്നെ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഏവരും ഗൈസ്, ഇനി നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോപ്പുലർ ബജാജിന്റെ എല്ലാ ബ്രാഞ്ച് മാനേജേഴ്സും നമ്മുടെ വേദിയിലേക്ക് വന്ന് നിൽക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. റെഡിയല്ലേ എല്ലാവരും? എല്ലാവരുടെയും സപ്പോർട്ട് ഒരു ക്ലാപ്പ് കിട്ടിയേക്കാം. ക്ലാപ്പ്. നമ്മുടെ വണ്ടിയുടെ മാറ്റിക്കൊണ്ട് NS400 വരുന്നത്. ഇതാണ് ഇതിൻ്റെ പുതിയൊരു ഇൻസ്ട്രോൺ ക്ലസ്റ്റർ വരുന്നത്. ഇതൊരു TFT ഡിസ്പ്ലേ വരുന്നത്. സൈഡ് സ്റ്റാൻഡ് വാണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. വണ്ടിക്കകത്ത് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് വാണിംഗ് ലാംപ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് നമുക്ക് മറ്റേ 10x10 നാവിഗേഷനൊക്കെ കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ NS200 കണ്ട അതേ ഒരു ടാങ്ക് സെറ്റപ്പ് തന്നെയാണ്. അത്യാവശ്യം ക്രൗഡും ഉണ്ട്, നോയ്സും ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത്. ഇവിടെ NS400 ചെയ്യുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തപ്പോണ്ട്. ഇത് നമ്മൾ ഡൊമിനോറിൽ കണ്ട അതേ സെയിം എഞ്ചിൻ കോൺഫിഗറേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ഹെഡ് നോക്കുന്ന ടൈമിൽ C പോലത്തെ ഒരു DRLs ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ LED ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊജക്ടറായിട്ടുള്ള LED ലാംപ്സാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ തന്നെ ഡിമ്മും ബ്രൈറ്റും വരുന്നത്. പിന്നെ ഇതിനകത്ത് 43mm അപ്സൈഡ് ഡൗൺ ഫോക്ക് വരുന്നുണ്ട്. ഷാർപ്പ് മെയ്ഡ് ഗോൾഡ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട്. പിന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് നാളെ മറ്റന്നാളായിട്ട് വണ്ടി ടെസ്റ്റ് റൈഡിന് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റൈഡ് റിവ്യൂ ചെയ്യുന്നതാണ്. ഇവിടെ ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വരുന്നതെന്ന് കേട്ട് വയ്ക്കാം. ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് ആയി. ഇൻഡിക്കേറ്റേഴ്സൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.